റിവർ മോഡാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ മൈക്കിന്റെ റിവർ മോഡാണ്. കേസും കാര്യങ്ങളും നമ്മൾ മൈക്ക് ഫുള്ള് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി മൈക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇതിന് പുറത്തോട്ട് പോയി നമുക്കൊരു വെറൈറ്റിക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് യാതൊരു ധാരണയില്ല. എനിക്ക് തോന്നുന്ന മിക്കവരും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരിക്കും. എല്ലാവർക്കും ക്യാമറ കാണുമ്പോൾ ക്യാമറ ശരിയായിരിക്കും. മിക്കവാറും മാറിക്കളയാൻ ചാൻസ്, റിജക്ഷൻ കിട്ടാനായിരിക്കും ചാൻസും ഇല്ല. നമുക്ക് നോക്കാൻ പറ്റും. ഇത് എങ്ങനെ പൊട്ടിച്ചാൽ ഉണ്ടോ? ഓക്കെ, 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ ചെയ്യുക. 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പൊട്ടി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വയർലെസ് മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഡിജിടെക്കിന്റെ DM-W116 എന്ന് പറയുന്ന ഒരു മോഡൽ മൈക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. മിക്ക ക്രിയേറ്റേഴ്സ് ഇപ്പോൾ വാങ്ങുന്നത് ഹോളി ലാൻഡ് മാർക്ക് M2 എന്ന് പറയുന്ന ഒരു മൈക്കാണ്. അത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു മൈക്കാണ്. പക്ഷേ അത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതിന് ഏകദേശം ഇപ്പോൾ 13,000 റുപ്പീസ് ആകുന്നുണ്ട്. ഇത് അതിന് കുറച്ചുകൂടി ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മൈക്കാണ്. ഇതിന് 4,000 റുപ്പീസ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി ഡിജിടെക്കിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. പിന്നെ അത് മാറ്റുമ്പോൾ നമ്മളെ മൈക്കും അതിൻ്റെ ചാർജിങ് ഡോക്കും വരുന്നുണ്ട്. പിന്നെ അതുകൂടെ തന്നെ വേറൊരു ബോക്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ബാക്കിയുള്ള ആക്സസറീസ് മൊത്തം ഉള്ളത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എല്ലാ സാധനം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് വരാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ എന്ന് പറയുമ്പോൾ ഒരു Type-C to Type-C വരുന്നുണ്ട്. പിന്നെ Type-C to ലൈറ്റിംഗ് ബോർഡും വരുന്നുണ്ട് നമ്മുടെ മൈക്ക് കണക്ട് റിസീവർ കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ 2 മാഗ്നറ്റിക് ടൈപ്പ് ക്ലിപ്പ് വരുന്നുണ്ട്. പിന്നെ 2 വിൻഷീൽഡ് വരുന്നുണ്ട്. വിൻഡോ ഒഴിവാക്കാൻ വേണ്ടി 2 വിൻഷീൽഡ് വരുന്നുണ്ട്. Type-C ചാർജിങ് ബോർഡും വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൈക്കിൻ്റെ അകത്ത് വരുന്നുള്ളത്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ 2 ട്രാൻസ്മിറ്റർ ഒരു റിസീവറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിസീവർ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അവിടെ ഒരു പോർട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. അതുകൊണ്ട് നമുക്ക് Type-C മതി. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഫോണിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 റിസീവർ ട്രാൻസ്മിറ്റർ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ട്രാൻസ്മിറ്റർ. ഒരു മാഗ്നറ്റിക് ടൈപ്പ് ഒരു ക്ലിപ്പ് കിട്ടും കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് കോളറിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചാൽ മതി. ഉണ്ടോ? അപ്പോൾ അവിടെ ഇരുന്നോളൂ. ഈ ഒരു രീതിയിലാണ് ഈ മൈക്കിൻ്റെ എന്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ മൈക്ക് ഓൺ ആവും. ഓൾറെഡി പെയ്ഡ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പെയ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ടുള്ള തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ട്രാൻസ്മിറ്ററായിട്ട് പെയ്ഡ് ആണെങ്കിൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തില്ല, ഇല്ലേ ബ്ലിങ്ക് ചെയ്യാണ്ടിരിക്കും. രണ്ടാമത് കാണിക്കുന്ന ലൈറ്റ് എന്ന് പറയുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ്റെയാണ്. പിന്നെ മൂന്നാമത്തെ ഒരെണ്ണം കൂടിയുണ്ട്, അത് റിവേർബും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ആയിട്ട് പെയ്ഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മളൊരു സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും, ഓഫ് ആവും. അതാണ് ആ ബട്ടൺ. പിന്നെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ റിവർ മോഡ് ഓൺ ആവും. പിന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ മ്യൂട്ട് ഓൺ ആവും. മ്യൂട്ടാണ് റെഡ് കളർ തന്നെ, അത് മ്യൂട്ടിൻ്റെ ഓപ്ഷനാണ്. നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ സാധനം നമ്മുടെ ഫോണുമായിട്ട് പേടായിട്ട് കാണിച്ചുതരാം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസീവർ ഫോണിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ മൈക്കിലൂടെയുള്ള സൗണ്ടാണ്. ഇത് കണ്ടോ, ഇപ്പോൾ കറക്റ്റ് കണക്ട് ആയിട്ട് പേടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നോയിസ് ക്യാൻസലേഷൻ്റെ. ഇപ്പോൾ നമ്മൾ ഫാൻ ഇട്ടിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാൻ ഓൺ ആക്കിയിട്ട് കേൾപ്പിച്ചു തരാം. അപ്പോഴേ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും. ഇപ്പോൾ നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടാണുള്ളത്. വേറെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്ന് നോക്കുക. ടാപ്പ് ചെയ്യുമ്പോൾ റിവർ മോഡാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ മൈക്കിന്റെ റിവർ മോഡാണ്. പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ റിവർ മോഡ് ഓഫ് ആവും. പിന്നെ ഒരു ടാപ്പ് ചെയ്യുമ്പോൾ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആവും ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള മൈക്കിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ മൈക്ക് ഫുള്ള് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി മൈക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇതിന് പുറത്തോട്ട് പോയി നമുക്കൊരു വെറൈറ്റിക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പോയിട്ട് അങ്ങനെ നമ്മൾ ആലപ്പുഴ ചെമാരക്കുളം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മൾ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ ജസ്റ്റ് ഒരു ചലഞ്ച് കൂടിയുണ്ട്. ഇത് ഹാൻഡ് ഗ്രിപ്പറാണ്. ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ടിട്ട് 5 ടൈംസ് ചെയ്യുന്നാൽ നമ്മൾ 50 രൂപ കൊടുക്കും. അതാണ് ഗൈസ് ഇപ്പോൾ ചലഞ്ച്. ഗൈസ് അപ്പോൾ നമുക്ക് വല്ലവരും കിട്ടുമോ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് യാതൊരു ധാരണയില്ല. എനിക്ക് തോന്നുന്ന മിക്കവരും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരിക്കും. എല്ലാവർക്കും ക്യാമറ കാണുമ്പോൾ ക്യാമറ ശരിയായിരിക്കും. മിക്കവാറും മാറിക്കളയാൻ ചാൻസ് ഉണ്ട്, റിജക്ഷൻ കിട്ടാനായിരിക്കും ചാൻസും ഇല്ല. നമുക്ക് നോക്കാം, വല്ലവരും ഒക്കെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുവാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. 5 പ്രാവശ്യം ചെയ്യണം. നിങ്ങൾ എന്നാൽ വെയിറ്റ് കുറച്ചിട്ട് വരാം, പാടായിരിക്കും. 50 രൂപ. 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ. അല്ല, ചുമ്മാ ചെയ്ത് നോക്കി. വെയിറ്റ് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കി, പറ്റുമല്ലേ? ഇതേ കുറക്കാൻ കേട്ടോ. അത് മുട്ടണം അവിടെ. ഇതേ മുട്ടണം. ഇപ്പൊ കണ്ട 0 കിടക്കി. അങ്ങനെ 5 പ്രാവശ്യം ചെയ്താണ്. ചെയ്തോ, അല്ല കുറച്ചിട്ട് തന്നെ
കുറച്ചുകൂടി കുറച്ചിട്ട് 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ. ഇത് എങ്ങനെ പൊട്ടിച്ചാൽ ഉണ്ടോ? ഓക്കെ, 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ. 5 വട്ടം ചെയ്താൽ മതി. പറ്റും, മുട്ടിക്ക് പറ്റും. 50 രൂപ വെറുതെ കിട്ടണല്ലേ? പറ്റത്തില്ലേ? ഓക്കെ ഓക്കെ. പേരെങ്ങനെയായിരുന്നു? ഓക്കെ ഓക്കെ. ചെയ്യുക 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ. ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ മുട്ടിച്ചാൽ മതി. ഇല്ല 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ. ഇങ്ങനെ മുട്ടണം. ഓക്കെ, കുറച്ച് ഇട്ടിരിക്കാം. അല്ല, ഒറ്റക്ക് ഇല്ല, മുട്ടിയില്ല മുട്ടണം. ഇല്ല, മുട്ടിയില്ല. അത് അമുങ്ങണം. ഇത് കാണിച്ചു തരാം. ഇങ്ങനെയുണ്ടോ? ഉണ്ടോ? സൗണ്ട് തന്നെ. ഓക്കെ. 1 2 3 4 4. ഒന്നൊരു ചെയ്. അല്ല, ഒന്നൊരു ചെയ്ത് നോക്ക് നല്ലോണം. നമുക്ക് ഇല്ല 5 പേര്. ഓക്കെ, മതിയോ? 100 പ്രാവശ്യം ചെയ്യണം. 100 പ്രാവശ്യം അല്ല, 10 പ്രാവശ്യം. 10 പ്രാവശ്യം ചെയ്താൽ 100 രൂപ മതിയോ? ഓക്കെ, 50 രൂപ. ഓക്കെ, പേരെങ്ങനെ? ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചലഞ്ച് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ സക്സസ് ആണ്. നമ്മൾ വിചാരിച്ചില്ലായിരുന്നു ആരും വരുമെന്ന്. ശരി, സക്സസ് ആണ്. ഇനി രണ്ടാമത്തോളം പിടിക്കണം. ബ്രോ, തിരക്കാണോ? ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. ഒരു ചലഞ്ചാണ്. ചെയ്യുക, ആരായാലും മതി. ചെയ്യുക. ഹാൻഡ് ഗ്രിപ്പർ ചലഞ്ചാ. ഇതുണ്ടല്ലോ. ഹാൻഡ് ഗ്രിപ്പർ അറിയാമോ? വ്ളോഗാണ് ഇത്. കറക്റ്റ് 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ. അല്ല, ആര് വേണേലും ചെയ്തു. 5 പ്രാവശ്യം ചെയ്താൽ ബ്രോയിന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ മുട്ടിക്കണം. ഇവിടെ ഇതേ മുട്ടണം. കണ്ടോ? ഇച്ചിരി മുറുക്കി. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതുണ്ടോ? ഇതിങ്ങനെ ഇവിടെ മുട്ടണം. ഇതിങ്ങനെ മുട്ടുമ്പോ ഒന്നാവും. ഇങ്ങനെ 5 ടൈംസ് ചെയ്താൽ 50 രൂപ. ഇല്ല അങ്ങനെയില്ല. ചെയ്യുക, അവിടെ മുട്ടണം. പറ്റുമോ നോക്കി. ഇല്ല അതല്ല, അത് ട്രൈ എന്തോരം മുട്ടും. 1 ഇല്ല, 5 പ്രാവശ്യം ചെയ്യണം. 5 പ്രാവശ്യം ചെയ്യണം. ഒന്നായിട്ടുള്ളു. അല്ല, പറ്റും. ഇല്ല, നമ്മക്ക് ഇച്ചിരി കുറച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ചെയ്യണവരുണ്ട്. ഇത് കൈ വേണമെങ്കിലും ചെയ്യും. ഒറ്റ കൈ പറ്റുള്ളൂ. ബാക്കിയല്ല. അപ്പൊ 1 തുടങ്ങും. അങ്ങനെയാണ്. 5 പ്രാവശ്യം ചെയ്യണം. മുറുകിയല്ലേ? 100 കിലോ ഇല്ലേ? നീ ബ്രോയിനോട് 5 പ്രാവശ്യം. ആദ്യത്താണോ? ഒറ്റ കൈ പറ്റൂ? ഇല്ല 2 ഇല്ല. ഒറ്റ കൈ. ഓക്കെ. മേത്ത് മുട്ടിക്കല്ലേ? നടക്കത്തില്ലേ? ഞാൻ നേരത്തെ ട്രെയിൻ ഓക്കെ. അയച്ചു തന്നെ കുറച്ച് ദിവസം വേറെ പരിപാടിയാ. അപ്പൊ ഇതാണ് ഇന്നത്തെ ചലഞ്ച്. വേറെ കണ്ടുവരാം. ഞങ്ങളെ കണ്ട് ഭയങ്കരമായിട്ട് മുറുക്കി. അല്ലേ? 5 അപ്പൊ 50 രൂപ. എന്നെ ചെയ്തു 6 7 8 9
10. ഈ മുറുക്കമല്ലേ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നത്? അല്ലല്ല, ആ പെണ്ണുങ്ങൾക്ക് മാത്രം കുറച്ചിട്ട് കൊടുത്തു, അല്ലാത്തവർക്ക് ബോയ്സിന് കൂട്ടിയിട്ട് കൊടുത്തു. 11, 12, 13, 14, 15 മതിയോ? ഞാൻ പൈസ വേണ്ട. ആണ് അല്ല ബ്രോയിനുണ്ട്. 2, 3, 4, 5, 6, 7, 8, 150 കറക്റ്റല്ലേ? 10, 11, 12, 13, 14, 15, 16, 17, 18, 20, ചലഞ്ചല്ലേ? അല്ല ചലഞ്ചല്ലേ, ഇരിക്കട്ടെ. 24, 25, 26. ബ്രോ അത്ര പൈസ നമ്മുടെ ഇല്ല. 29, അയ്യോ 35. ബോയ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഗേൾസിനെ ടാർഗറ്റ് ചെയ്യാൻ ഗേൾസിലേക്ക് ചോദിച്ചു ഒരു ചലഞ്ചാണ്. പൈസ 5 പ്രാവശ്യം ചെയ്താൽ ഇങ്ങനെ മുട്ടണം. 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ പറ്റുമോ? ആർക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കി. അതെ ഇങ്ങനെ മുട്ടണം. മുട്ടണം മുട്ടണം അവിടെ മുട്ടണം. പറ്റില്ലേ? രണ്ടേ ഇല്ല ഒറ്റയ്ക്ക്. 5 പ്രാവശ്യം ചെയ്താൽ 50 രൂപ, 10 പ്രാവശ്യം ചെയ്താൽ 100 രൂപ. ഞാൻ അയാൾ കൊടുത്തു. ചേട്ടൻ കൊണ്ടല്ല, അല്ല ചേട്ടന്മാരൊക്കെ ചെയ്യും. അല്ല ചെയ്തു പറ്റില്ലേ? താങ്കൾ ട്രൈ വെറുതെ ട്രൈ ട്രൈ പറ്റത്തില്ല. അല്ല സിമ്പിളാണ്. പറ്റത്തില്ലേ? പേരെങ്ങനെ? ഐസപ്പ നമ്മൾ വിചാരിച്ച പോലെ അല്ല വേണ്ട. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ ആദ്യം ഒട്ടും വിചാരിച്ചില്ല ആരും ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. മിക്കവരും നമ്മൾക്ക് വന്ന് ചലഞ്ച് ചെയ്ത് കറക്റ്റായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ബ്രോ മലയാളിയല്ലേ? പിന്നെ തമിഴാ ബ്രോ? ഒരു ചലഞ്ച് വീഡിയോ എടുക്കണം, കുഴപ്പമുണ്ടോ? ഇല്ലല്ലേ? അല്ല ജസ്റ്റ് ചലഞ്ച്. പൈസ ഇടും വേണ്ട? ഓക്കെ. അങ്ങനെ ഫസ്റ്റ് റിജക്ഷൻ കിട്ടി. ബ്രോ മലയാളിയാണോ? ബ്രോ ഒരു ചലഞ്ച് ഉണ്ട്, ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ഗൈസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ ബൈ.